ഹായ് കൂട്ടുകാരി, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളാണ്. അപ്പം ഞാൻ ഓർത്ത് എന്നും ആദിക്കുട്ടൻ തൂക്കുന്നു. പിന്നെ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുമായിരുന്നു, അവിടെ എല്ലാം ഒന്ന് തൂക്കാമെന്ന് വെച്ചു. ആദിക്കുട്ടൻ ഫ്രണ്ടും ബാക്കും എല്ലായിടും തൂക്കുന്നതാണ്. അപ്പം ഒരു ചെറിയ വ്യായാമം കിട്ടുന്ന ഓർത്ത് ചെയ്യുന്നതാണ്. ചെയ്യുമ്പോൾ പണിയും കിട്ടും കേട്ടോ, അത് വേറെ കാര്യം. ഇത് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആഗ്രഹം കൊണ്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നതാണ്. എനിക്കിഷ്ടം ഇതൊക്കെ ചെയ്യാം, പക്ഷേ സമ്മതിക്കുന്നില്ല. ഗായ്സ്, സിന്ധുവമ്മയ്ക്ക് ഇന്നലെ 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ഗായ്സ്, സിന്ധുവമ്മേ എന്നെടുക്കുവാ? കണ്ടില്ലേ, സിന്ധുവമ്മയ്ക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അത് മുറ്റത്ത് കൊണ്ടിട്ടാണ് കഴിയുന്നത്. നമ്മൾ പെരക്കകത്ത് കഴിയുമ്പോൾ ഒത്തിരി വെള്ളം വേണം. മുറ്റത്ത് കഴിയണേ കുറച്ച് വെള്ളം ഒരു വിധത്തിൽ ശരിയാക്കി. എന്നിട്ട് അമ്മയ്ക്ക് അലുമിനിയം പാത്രം കഴുകാനാണോ സ്റ്റീൽ പാത്രം കഴുകാനാണോ അമ്മ ഇഷ്ടം? എനിക്ക് എല്ലാ പാത്രവും കഴുകുന്നു ഇഷ്ടം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ. നല്ല രസമില്ലേ നമ്മുടെ പാത്രമൊക്കെ? മുറ്റത്താട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ചെത്തിയൊക്കെ തൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ നമ്മുടെ ജാക്ക് അവനിവിടെ ഇരിപ്പുണ്ട്. നമ്മൾ പേരിട്ട കാര്യം സിന്ധുവമ്മ മറന്നു പോകുന്നുണ്ട്. ഞാൻ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു അമ്മേ, മെട്ടിന് പോയപ്പോൾ. നമ്മുടെ അടുക്കളയുടെ പൈപ്പിൻ്റെ ബ്ലോക്ക് ആയിപ്പോയി. അപ്പം പുറത്തെല്ലാം കൂടെ വാരിയിട്ട് കഴുകുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കുള്ള സുഖേടാ പുറത്ത് വാരിയിട്ട് ഒരു ചെറിയൊരു ഇത്. അപ്പം അതിക്കോട്ടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മടുപ്പൊന്നും തോന്നുകയല്ല വർത്തമാനം പറഞ്ഞ്. എടാ നിർത്തടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ആ വണ്ടി ഇരുന്നിടം തൂക്കാനുണ്ടായിരുന്നു. അപ്പം വണ്ടി ഇരുന്നിടം എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കാമെന്ന് ഓർത്തു. ദൈവം എനിക്ക് നല്ലതായിട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ ജോലിയും ചെയ്യാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ചോറുണ്ണുന്നവരെ ചിലപ്പോൾ 3 മണി 3:30 ആവും. അതുവരെ ഞങ്ങൾ ചെയ്യും. എന്നേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഓരോ ദിവസവും. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ചെയ്തതാണ്. അപ്പം എല്ലാവരും പറയും എല്ലാം ചെയ്യത്തില്ലേ, ഇറങ്ങി ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ ശരീരം എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇത് ചെയ്തു. പിറ്റേ ദിവസം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ റീൽസ് ഇട്ടു, അന്ന് ചെയ്താൽ. പക്ഷേ എനിക്കിത് എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്നില്ല. ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റില്ല കട്ടിലിൽ നിന്ന്. അതുപോലെ എൻ്റെ ശരീരം എല്ലാം വേദനയായിരുന്നു. അപ്പം പിറ്റേ ദിവസം പിന്നെ ആശുപത്രി കൊണ്ട് പൈസ കൊടുക്കണ്ടേന്ന് ഓർത്ത് ഞാൻ പിന്നെ ഇറങ്ങുകയില്ല. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇറങ്ങും. ഇത് തന്നെ അവസ്ഥ. പെയിൻ കില്ലറൊക്കെ കഴിച്ച് പിടിച്ച് നിൽക്കും. നമ്മളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പണി എന്താണെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കും. കുഞ്ഞിലെ തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് തന്നെയാണ് വളർന്നതും. ഞങ്ങൾക്ക് ഹോട്ടലൊക്കെ ആയിരുന്നു കൊച്ചിൽ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഹോട്ടലായിരുന്നു. അപ്പം ഞാൻ അവിടെയായിരുന്നു എൻ്റെ അമ്മ വീട്. അപ്പം അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അതും രാമക്കൽമേട് തന്നെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞു വീടൊക്കെ വെച്ച് ഇങ്ങോട്ട് മാറിയത്. അപ്പം ഈ വണ്ടി ഇവിടെ വെച്ച് ഭംഗി കണ്ട് ഇടയ്ക്ക് കഴുകി വെക്കുക, തുടക്കി വെക്കുക, ഇതൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ. ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് അവരെന്നെ സഹായിക്കുന്ന പോലുമില്ല. എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അവരവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇങ്ങനെ വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരിക്കലും ഞങ്ങളെപ്പോലുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നാന്ന് അല്ലാത്തവർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ പഞ്ചായത്തുകാർ അവരുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ട് വരെ എല്ലാം പണിയും വാർത്തും ഒക്കെ ഇടും. ഞാൻ എത്ര പ്രാവശ്യം വിളിക്കും. പ്രസിഡൻറ്റിനെ വിളിക്കുമ്പോൾ മെമ്പറെ വിളിക്കാൻ പറയും, മെമ്പറിനെ വിളിക്കുമ്പോൾ പ്രസിഡൻറ്റിനെ വിളിക്കാൻ പറയും. എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ചെയ്യുന്നവരോട് ദൈവം കാണട്ടെ, അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇവന് ഭയങ്കര സങ്കടം. ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ അവനിങ്ങനെ എൻ്റെ അടുത്ത് അത്ര ഇതായിട്ട് വരുന്ന ആളല്ല. എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഡാൻസും ഒക്കെയാണ്. അപ്പോൾ ആദ്യക്കൂട്ടം പറയും, കണ്ടോ അമ്മയെ കണ്ടപ്പോൾ അവന് സ്വഭാവം മാറി, അമ്മയെ കണ്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം വിളിച്ചിട്ട് പോലും പോകാതെ എൻ്റെ അടുത്ത് നിൽക്കുക.
ആദ്യക്കുട്ടി അതും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യക്കുട്ടൻ വീട്ടിലുള്ളപ്പം പിന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കുകയല്ല കേട്ടോ. ചിരിപ്പിക്കും, ചുമ്മാ കിടന്ന് ചിരിപ്പിക്കും, കോമഡിയും അതും ഇതും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ തലോടിയൊക്കെ കൊടുക്കും. അവൻ്റെ കൂടും കൂടെ കഴുകിയിട്ടിട്ട് കയറിപ്പോകാമെന്ന് ഓർത്ത് അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു ഞാൻ ചോറും കറിയും വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് വെച്ചു. പിന്നെ അമ്മ എന്തോ കറി വെച്ചു, നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം കൂട്ടുകാരെ. എങ്ങനെയെങ്കിലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. ദൈവം തന്ന ഒരു ജീവിതം ഇങ്ങനെയൊക്കെ തീർക്കാം. ഗൈസ്, ഞങ്ങളുടെ പണി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ വായ്പ ചോറും കൊണ്ട് തന്നു. അപ്പോൾ ചോറിന് എന്നൊക്കെ കറി ഉണ്ടെന്ന് നോക്കാവേ. മത്തങ്ങയും ചേമ്പും ഉടച്ചു കറി, നാരങ്ങ അച്ചാറ്, ഉണക്ക മീൻ വറുത്തത്, പിന്നെ എല്ലാം കൂടെ കൊട്ടിയൊരു പിട്ടി അങ്ങ് പിടിച്ചാലോ. മണി 2:30 ഞങ്ങൾക്ക് വിശന്നിട്ട് പോയി. ഞങ്ങൾ മുട്ടാൻ പണിയായിരുന്നല്ലേ ഇന്ന്. ഒത്തിരി പണി നമുക്ക് ഒത്തിരി വിശപ്പ്. ഇവിടെ നാരങ്ങ അച്ചാറും ഇങ്ങനെ കുഴച്ചിട്ട് നോക്കാം. ചേമ്പും മത്തങ്ങയും കൂടെ കറി വെച്ചപ്പോൾ ആദ്യം ചോദിച്ചു നല്ലതാണോന്ന്. അങ്ങനെ ഉണ്ടോ? അത് സൂപ്പർ, അടിപൊളി. അടിപൊളിയാണോ? അച്ചാറും ഉടച്ചുകറിയും ഉണക്കമീനും വല്ലാത്തൊരു സെറ്റപ്പ് രുചി. നല്ല രസമല്ലേ? ഞാൻ കഴിക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. കഴിച്ചിട്ട് വേണം, ഇച്ചിരി കൂടെ പണിയുണ്ട് ഞങ്ങൾക്ക്. കഴിച്ചിട്ട് വേണം തുടങ്ങാനല്ലേ.